എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രവീന്ദ്രൻ വന്നിട്ട് സച്ചിയോട് ശ്രീകാന്തിനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയാണ്. വർഷമായിട്ട് ഇനി യാതൊരു ബന്ധം പാടില്ലെന്നൊക്കെ ഇതെല്ലാം പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ തന്നെ സച്ചി രേവതിയോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, നീ എന്തൊക്കെയാ പറഞ്ഞത്, വർഷ പാവാണ്, അതുപോലെ തന്നെ ശ്രീകാന്തും പാവ, അവര് തമ്മിലൊരു അടുപ്പമൊന്നുമില്ലെന്ന്. എന്നിട്ടാണോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ മധുസൂദന അച്ഛനെ വിളിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രേവതി, അങ്ങനെയൊന്നും ഞാൻ കൂടുതലൊന്നും പറയണ്ട, എന്താ ശ്രീകാന്ത് പറഞ്ഞേ, അവനും അവളും തമ്മിലൊരു ബന്ധമില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ കേട്ടില്ലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അവനോട് ഇനി ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കർണം ഞാൻ അടിച്ചു പോയിക്കും. അതിനേക്കാളും പേര് നീ തന്നെ ചോദിക്കുന്ന. നീ ഒരു കാര്യം ചെയ്യാൻ അവനോട് കാര്യമായിട്ട് സംസാരിക്കാൻ പറയാ ശ്രീകാന്തിനോട്. ഞാൻ എന്ത് സംസാരിക്കാനാ, അതെ അവര് തമ്മിൽ എന്തേലും ഒരു ബന്ധമുണ്ടോന്ന് നീ ചോദിച്ചറിയണം. അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ, എന്റെ അച്ഛന്റെ മുഖ സങ്കടം കൊണ്ട് ഇരിക്കുന്നതാണ് എനിക്കങ്ങോട്ട് സഹിച്ചില്ല, അറിയാലോ, ബാക്കി എന്ത് ഞാൻ സഹിക്കും, പക്ഷെ അച്ഛനൊരു അപമാനം അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറയാം. അതുകൊണ്ട് നീ തന്നെ പോയി അവനോട് ചോദിച്ചാൽ മതി. അത് മാത്രല്ല, അങ്ങനെ എന്തെങ്കിലും അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പാടെ അങ്ങോട്ട് നുള്ളിയേക്കാൻ പറ. ഒരിക്കലും ഈ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, അല്ല പിന്നെ അത് അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ എന്താ, ആ ഇഷ്ടം അവിടെ വെച്ച് തന്നെ കളഞ്ഞേക്കാൻ പറയണം. ഒരു ഇഷ്ടം പോലും ഇന്നും ഇന്നലെ കണ്ടേ അവന് പ്രാധാന്യം അവളല്ലേ, അല്ലാതെ ഇത്രയും കാലം പോറ്റി വളർത്തിയ അച്ഛനല്ലായിരിക്കും. അച്ഛൻ പറയുന്ന വാക്ക് കേൾക്കാതെ എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിൽ കാലുകുത്തല്ല. അത് മാത്രമല്ല കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ, പിന്നെ എങ്ങനെ പറയണമെന്നാ, ഒന്നും ഒരക്ഷം പോലും മിണ്ടിയേക്കളെന്ന് പറഞ്ഞ് രേവതിനെ പേടിപ്പിക്കുവാണ് സച്ചി. ആ സമയം ശ്രീകാന്ത് ആപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക. പിന്നീട് ശ്രീകാന്ത് നേരെ ദേവുവിനെ വിളിക്കുക. ദേവുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, തിരക്കിലാണോന്ന് ചോദിക്കുക. എന്താ, ഞാനോടത്ത് എന്റെ നമ്പർ പോലും ഇല്ലായിരിക്കും കയ്യില്. അല്ല, നേരത്തേക്ക് ആണെങ്കിൽ ചാറ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പോഴും അത് പോലും ഇല്ല. അല്ല, എന്റെ നമ്പരൊക്കെ കയ്യിലുണ്ടോ? ഓ, ഇപ്പൊ പാവങ്ങളെ ഒന്നും വിളിക്കാൻ സമയമില്ലായിരിക്കും, മെസ്സേജ് അയക്കാൻ സമയമില്ലായിരിക്കും, ഫുൾ ടൈം ഇപ്പൊ ബിസി ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, വർഷയോട് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, അത് പറയാൻ വേണ്ടിയാ ഇപ്പൊ നിന്നെ വിളിച്ചെന്ന് ചോദിക്കുക. എന്താ കാര്യം? അതെ, നീ നാളെ എന്റെ അടുത്ത് വരുമെന്ന്, അല്ല നീ എന്റെ അടുത്ത് വരുമെന്ന് വരുമോന്ന് ചോദിക്കുക. അതെന്താ, കാര്യമുണ്ട്. അല്ല, എപ്പോ വരാനാ? ഇപ്പൊ തന്നെ വരാൻ പറ്റുമെങ്കിൽ വരുമോന്ന് ചോദിക്കുക. ഇപ്പൊ വരാനോ? അതെ. അപ്പം പ്രണയം തുറന്നു പറഞ്ഞില്ലേ, അത് പറയാൻ വേണ്ടിട്ടാ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാന്ന് പറയും. ആകെപ്പാട് പെട്ടുപോയാലെന്നൊരവസ്ഥ ദേവുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അല്ല ശ്രീകാന്തെ, ഇപ്പൊ തന്നെ വരണോന്ന് ചോദിക്കാണ്. ഇപ്പൊ വരണോന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്തിനായിരിക്കും ശ്രീകാന്ത് തന്നെ വിളിക്കുന്നത്? പ്രണയം തുറന്നു പറയാനായിട്ട്. അത് വർഷയോടാണോ ഇനിയിപ്പൊ തന്നോടാണോ? ദൈവമേ, അങ്ങനെയൊന്നും ആയിരിക്കില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ദേവു ശ്രീകാന്തിനെ കാണാൻ പോകുന്നത്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ സമയത്ത് ദേവിന്റെ അരിയിലേക്ക് ദേവുവിന് രണ്ട് ഫ്രണ്ട്സ് വരുവാണ്. ദേവിനെ കണ്ടേ, അതെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയും. എന്തിന്? അല്ല, നിന്റെ പഠനമൊക്കെ അടിഞ്ഞാന്ന് ദേവു കൂട്ടുകാരോട് ചോദിക്കുക. എവിടെന്ന്? ഞാൻ പഠിപ്പൊക്കെ എപ്പോഴേ ഉപേക്ഷിച്ചെന്ന് പറയണേ, പ്ലസ് ടു കഴിഞ്ഞോടുകൂടി ഞാൻ പഠനം ഉപേക്ഷിച്ചെന്ന് പറയണേ. അല്ല, ഇപ്പൊ എന്തിനാ നീ എന്നെ കാണാൻ വരുന്നേ? അതെ, എന്റെ കല്യാണം എന്ന് പറയും. കല്യാണോ? അതെ. എന്താ കല്യാണം എന്ന് കേട്ട് നിനക്ക് വിശ്വാസം വന്നില്ലേ നിൽക്കും? അപ്പൊ നീ പഠിക്കാനൊന്നും പോയില്ല? പിന്നെ എനിക്കാണ് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്നായെന്ന് എനിക്കറിയാലോ. പിന്നെ വീട്ടുകാരെ നോക്കിക്കഴിഞ്ഞപ്പോ ഏക മാർഗം കെട്ടിച്ചു വിടാന്നുള്ള, അതുകൊണ്ട് എന്റെ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കല്യാണം എന്ന് പറയണ. അങ്ങനെ കല്യാണക്കുറിയൊക്കെ കൊടുക്കുവാണ് ദേവന്. കല്യാണക്കുറി ദേവ് വാങ്ങിച്ചു നോക്കി. ആഹാ, കൊള്ളാലോ. എന്തായാലും ചെറുക്കന് ഡിഗ്രി ഒക്കെ ഉണ്ട്, നീ പിന്നെ ഇങ്ങനെ പ്ലസ് 2 ആയിട്ട് ഇങ്ങനെ ഇരുന്നാ മതിയെന്ന് ചോദിക്കും. ഓ, പിന്നെ കുറെ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാനാ, വെറുതെ ഇരിക്കാനല്ലേ, അല്ല ജോലി ഉണ്ടോന്ന് ചോദിക്കും. അത്യാവശ്യം ചെറുക്കന് ജോലിയൊക്കെ ഉണ്ടെന്ന് പറയാം. അതേ, മറക്കാതെ പറഞ്ഞോ കേട്ടോ, അത് തിരക്കായി പോയതുകൊണ്ടാ ഇത്ര വിളിക്കാനായിട്ട് ഇത്ര താമസിച്ചെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം, ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ വെച്ചാന്നൊക്കെ പറയാണ്. ശരിയെന്ന് പറയാണ്. അങ്ങനെ കല്യാണക്കുറിയെ കൊടുത്തിട്ട് അവരും കൂടെ പോവാണ്. പിന്നീടാണ് ശ്രീകാന്തിനെ കാണാനായിട്ട് ദേവു ചെല്ലുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ ചെന്നപ്പോ ശ്രീകാന്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദേവുവിനെ കണ്ടതും ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നറിയോ, ഇതെന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കും. അതെ, വരുന്ന വഴിക്ക് എന്റെ 2 ഫ്രണ്ട്സിനെ കണ്ടു, അപ്പൊ അവര് കല്യാണം വിളിക്കാനായിട്ട് വരുമായിരുന്നു. പിന്നെ അവരോട് സംസാരിച്ച് കുറച്ച് സമയം അങ്ങനെ പോയെന്ന് പറയാണ്. അല്ല, എന്തിനാ ശ്രീകാന്ത് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കാം. അത് ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുമെന്ന് പറയാം. എന്താ കാര്യം എന്ന് ചോദിക്കാം. അല്ല, ഇതുവരെയായിട്ട് മാഷയോട് പ്രണയമൊന്നും തുറന്നു പറഞ്ഞില്ലേ? ലവ് പറയാനായിട്ട് ഇത്രമാത്രം വിഷമം എന്താന്ന് ചോദിക്കും. അതെ, ലവിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഞാൻ വിളിച്ചതെന്ന് പറയാണ്. പ്രേമത്തിന്റെ കാര്യത്തെക്കുറിച്ച് എന്ത് കാര്യം, എന്താ പറയാനുള്ളതെന്ന് പറയാം. ഇനി എനിക്ക് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദേവുവിനോട്, ഇനിയെങ്കിലും എനിക്കത് പറഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. ദേവുവിന്റെ കൈയും കാലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. എന്തായിരിക്കുമ്പോൾ ശ്രീകാന്ത് പറയാൻ പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായി. അതുകൊണ്ട് ഇപ്പൊ തന്നെ അതങ്ങ് തുറന്നു പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചു, ഇനി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ദേവി ചോദിച്ചു, എന്താ ശ്രീകാന്ത്, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അതെ,
എനിക്ക് വർഷേനെ ഒത്തിരി ഇഷ്ടമാ. എനിക്ക് വർഷേനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അത് പറയാനാന്ന് പറയാം. ഓഹ് എന്റെ ദൈവമേ, സമാധാനമായി നിർത്തി നെഞ്ചത്തെ കൈവെക്കുവാണ് ദൈവം. അല്ല ഇതെന്താ ഇപ്പൊ എന്നോട് ഇത്രമാത്രം പറയാതിരിക്കണമെന്ന് ചോദിക്കും. അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. അങ്ങനെ അറിയായിരുന്നു. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ. പിന്നെ ശ്രീകാന്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഇനി ഇപ്പം എന്നെ പരം പറ്റിക്കുന്നതാണോ, വർഷയോട് ഇഷ്ടമില്ലേന്നൊക്കെ ഇപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമായെന്ന് അറിയാം. അല്ല ഇപ്പൊ അതും ഞാൻ തമ്മിൽ എന്താ ബന്ധം? എന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിക്കാം. അതെ എനിക്ക് ദേവുവിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയാം. ഹെൽപ്പ്? എന്ത് ഹെൽപ്പ്? അത് പിന്നെ ഞാൻ പറയുമ്പം എന്നോടൊന്നും തോന്നരുത്. എന്തേ അവളുടെ വീട്ടില് ഈ പ്രണയം പറഞ്ഞു. ഇപ്പൊ അവളുടെ വീട്ടുകാർ അവൾക്ക് കല്യാണം ആലോചിക്കുവാന്ന് പറയണ. കല്യാണം ഉടനെ തന്നെ കാണും. 15-ാം തീയതി ആകുമ്പത്തേനും അവളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വലിയ ബിസിനസ്സുകാരന്റെ മോനാ കെട്ടുന്നതാണ് പറയാണ്. തീർന്ന് ദേവ് പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യും? അതാ എനിക്ക് അറിയത്തില്ലാത്ത. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ഞാൻ ദേവുവിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാ. അല്ല അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. എനിക്ക് അവളുടെ കഴുത്തിൽ താലി അർത്തണം. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്ന് പറയാ. ദേവ് എന്നെ ഹെൽപ്പ് ചെയ്യണം, അവളെ താലി കെട്ടാനെന്ന് പറയാ. ഇത് കേട്ടാൻ ദേവ് പറഞ്ഞു എന്തൊക്കെയാ ശ്രീകാന്ത് ഈ പറയണേ? ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും നടക്കത്തില്ല, അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയും. അങ്ങനെ പറയരുത് ദേവ്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. ഇല്ലില്ല, ഞാൻ ഒരിക്കലും എന്നെ കൂട്ടു നിൽക്കില്ല. ഇതെങ്ങാനും ഇതേ രേവതി ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സച്ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? എന്തിനേറെ പറയുന്നു, എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ അടിച്ചെന്നെ കൊല്ലുകൊള്ളെന്ന് പറയണം. ദേ അങ്ങനെ പറയരുത് ദേവ്, പ്ലീസ് എനിക്കൊരു സഹായം ചെയ്യാം. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കാം. എനിക്ക് വേറെ പറയാനായിട്ട് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാന്ന് പറയണം. സച്ചേട്ടനോടോ അല്ലെങ്കിൽ സുധേട്ടനോടോ ആരോടും ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. വേറെ ഫ്രണ്ട്സും ഇല്ലാത്തോണ്ടല്ലേ ദേവു, എന്നെ ഒന്ന് സഹായിക്കാൻ പറയാം. അത് കേട്ടതും ദേവുവിന്റെ മനസ്സല്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അങ്ങോട്ട് വർഷ വിളിക്കുന്നത്. ഇതേ വർഷ വിളിക്കുന്നുണ്ടെന്ന് പറയണം. വർഷ വിളിച്ചു കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു ശ്രീകാന്തിനോട് ഫോണ് ദേവുന്റെ കൊടുക്കാൻ പറയണം. അങ്ങനെ ദേവുന്റെയിലേക്ക് ഫോൺ കൊടുത്തു. വർഷ പറഞ്ഞു അതെ ദൈവത്തെ ഓർത്ത് ദേവു നീ മുടക്കമൊന്നും പറയരുത്, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട്. ഇത് കേട്ടോ ദേവി ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? അതെ നീ ഒരു ഹെൽപ്പ് മാത്രം ചെയ്താൽ മതി, നീ എന്നെ കാണാൻ വരണോന്ന് പറയണേ. അങ്ങോട്ട് വരാനായിട്ടാ? അതെ എന്നെ കാണാൻ വന്നാൽ മതി, പിന്നെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാമെന്ന് പറയണം. നീ എൻ്റെ അടുത്തേക്ക് വരണം, എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാന്ന് പറയണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിയുമ്പോൾ ദേവ് ഞെട്ടിപ്പോയി. താൻ കാരണം ഇനിയിപ്പോ ഒരു മരണം ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. ദേവ് പറഞ്ഞു ശരി ശരി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു അല്ല ഞാൻ എങ്ങനെ അങ്ങോട്ട് പോണേന്ന് ചോദിക്കും. അതിപ്പോ തന്നെ പോയിക്കോ, അവൾക്കറിയാലോ ചെല്ലുന്ന കാര്യമൊക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ അവൾ ഡീൽ ചെയ്തോളൂ എന്ന് പറയാം. അങ്ങനെ ആകെപ്പാടെ വിറയ്ക്കുന്ന കാലുകൾ കൊണ്ടാണ് ദേവു നേരെ വർഷനെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് എല്ലാം ടെൻഷനായിരുന്നു. എന്റെ ഭഗവാനെ അവിടെ ചെല്ലുമ്പോ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ വീട് കണ്ടപ്പോ തന്നെ മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. ആ വലിയ വീട് കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ എങ്ങനെയായിരിക്കും ചെന്ന് പെരുമാറേണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ദേവു വർഷയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം ഒരു പേടിയൊക്കെ ഉണ്ടായി. അങ്ങനെ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മഹിമയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. മഹിമ പറഞ്ഞു അതെ ഇവിടെ ഒന്ന് സാധനങ്ങളൊന്നും വേണ്ട പൊയ്ക്കോളാൻ പറയാണ്. അപ്പൊ ഒരു കവർ ഇരിക്കുന്ന കണ്ടപ്പോ ഓർത്തു അതെന്തേലും സാധനം വിൽക്കാൻ വന്നായിരിക്കും ഓർത്ത്. അയ്യോ അയ്യോ ഞാൻ സാധനം വിൽക്കാൻ വന്നല്ല ആന്റി എന്ന് പറയണ. പിന്നെന്താ വല്ല പിരിവിന് വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പിരിവിന് വന്നു വേണ്ടി വന്നതൊന്നും അല്ല, പിന്നെന്താ നീ ചോദിക്കുക. അത് ഞാൻ വർഷേനെ കാണാൻ വന്നാന്ന് പറയണ. വർഷേനെ കാണാൻ എന്തിന്? ഞാൻ വർഷയുടെ ഫ്രണ്ടാന്ന് പറയാ. ഫ്രണ്ടോ? നീയാ? പെട്ടെന്ന് മസൂദിനകത്തുനിന്ന് ചോദിച്ചാൽ ആരാ? അത് വർഷയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞ. അന്ന് അകത്തേക്ക് വരാൻ പറ എന്ന് പറയാണ്. അങ്ങനെ അവൾ അകത്തേക്ക് കയറുവാണ് ദേവു. ഈ സമയത്ത് അല്ല ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലോ, എവിടുത്തെ ഫ്രണ്ടാന്ന് ചോദിക്കും. ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതെന്ന് പറയും. അല്ല ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റോ ഉണ്ടോന്ന് ഡബ് ചെയ്യുന്നിടത്ത്. ഇല്ലാന്ന് പറയണേ. പിന്നെ ഇവിടെ ഞങ്ങൾ 10th ഒരുമിച്ച് പഠിച്ചാന്ന് പറയും. ഓ അങ്ങനെ. പെട്ടെന്ന് തന്നെ അവളോട് മഹിമയോട് മസൂദൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ, നീ മോളെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണം. അങ്ങനെ മഹിമ മോളത്തെ മുറിയിലേക്ക് കയറി ചെല്ലുക. അപ്പൊ ആകെപ്പാട് ടെൻഷൻ അടിച്ച് വർഷം മുറിയിലുണ്ടായിരുന്നു. വർഷം അടുത്ത് എന്നിട്ട് അതെ നിന്നെ കാണാനായിട്ട് നിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറയണം. ഇതോട്ടും പറഞ്ഞു കൂട്ടുകാരി? ഏത് കൂട്ടുകാരി? അതൊക്കെ നീ തന്നെ വന്ന് ചോദിക്കാൻ പറയണം. അങ്ങനെ വർഷ താഴേക്ക് ഇറങ്ങി വരുവാണ്. വർഷയ്ക്ക് ദേവുവിനെ കണ്ടെന്ന് മനസ്സിലായി. ഓടി വന്ന് ദേവുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എത്ര നാളെ കണ്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ആഹാ അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല പരിചയമാണോ? അല്ല ഇതിനു മുമ്പ് നീ കൂട്ടുകാരനെ പരിചയപ്പെടുത്തിയിട്ടില്ലോ എന്ന് ചോദിക്കും. അതിനെങ്ങനെയാ? എന്റെ എല്ലാ ഫ്രണ്ട്സിനും അമ്മയ്ക്ക് അറിയാന്ന് ചോദിക്കും. ഇപ്പോൾ എല്ലാരും അറിയാലോ, ഇവൾ എന്റെ കൂടെ 10th പഠിച്ചതാ, അപ്പൊ അതും അമ്മയ്ക്ക് അറിയാന്ന് ചോദിക്കും. ഓ അങ്ങനെയാണല്ലേ, എനിക്കറിയത്തില്ല. അതെ നീ വാ നമുക്ക് കുറച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. മഹിമ മസൂദനോട് പറഞ്ഞു എന്നാൽ ഇവൾക്ക് എങ്ങനെ ഈ ലോക്കൽ ഫ്രണ്ട്സിനെ കിട്ടിയത്? ആ പെണ്ണെ കണ്ടാൽ തന്നെ അറിയാം ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെണ്ണായിരുന്നു. പക്ഷെ ഇവൾ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് പോലും മനസ്സിലാവുന്നില്ലാത്ത. അതെങ്ങനെയാ? നമ്മൾ പറഞ്ഞ വലുത് അവൾ അനുസരിക്കോ? അവൾക്ക് ഇങ്ങനെയുള്ളവരുമായിട്ടല്ല കമ്പനി എന്ന് പറയാണ്.
പിന്നെ മുറിയിലേക്ക് ഒന്ന് കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം പറഞ്ഞു എന്റെ കൈയും കാലും ഇത്ര സമയം വിറയ്ക്കുമായിരുന്നു. നിന്റെ അമ്മയും അച്ഛനും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവമേ എന്തായി തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു വേള ഞാൻ ഓർത്തു ഞാൻ പിടിക്കപ്പെട്ടെന്ന് ഓർത്തു. കൃത്യസമയത്ത് തന്നെ വർഷം നീ എത്തി, അല്ലാതെ ഞാൻ പെട്ടുപോയെന്ന് പറയാണ്. അതെ അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും വർഷ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഒരു കാര്യം ഉറപ്പാ, 2 ദിവസത്തിനുള്ള കല്യാണം നടക്കണമെന്ന് പറയാ. ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കും. അല്ല വീട്ടിലറിഞ്ഞ ഉറപ്പായിട്ട് വിവാഹം നടത്തില്ലെന്ന് അറിയത്തില്ലെന്ന് ചോദിക്കും. അതൊക്കെ അറിയാം, പിന്നെ അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ചോദിക്കും. പിന്നെ എനിക്ക് ശ്രീകാന്ത് അല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വർഷയോട്, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയണ. ഇപ്പൊ തന്നെ ഞാൻ വീട്ടു തടങ്കലില്ല, എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അപ്പൊ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. പെട്ടെന്നാണ് വർഷ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കാർഡ് ഉണ്ട്. ഇതെന്താന്ന് ചോദിക്കും. അതെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ഫ്രണ്ട് എനിക്ക് കല്യാണക്കുറി തന്നാ, അവളുടെ കല്യാണം വിളിച്ചാന്ന് പറയും. അങ്ങനെ ആ കുറിയൊക്കെ വാങ്ങിച്ചു നോക്കുവാണ്. എല്ലാം വായിച്ചു നോക്കിയേ. ആഹാ കൊള്ളാലോ, ഇപ്പൊ എന്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ടെന്ന് പറയും. എന്ത്? അതൊക്കെ ഞാൻ പറയാം. നിന്റെ കല്യാണമാ 2 ദിവസം കഴിയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാം. നിന്റെ പേര് ഞാനും കൂടെ മാറ്റിയാ പോരെ. അവന്റെ പുതിയ പേരൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അതെ അപ്പൊ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ കല്യാണത്തിനാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പിന്നെ എങ്ങനെയുണ്ട്, ബാക്കിയല്ല എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവര് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറയാം. അങ്ങനെ അവിടുന്ന് അവൾ ഇറങ്ങാൻ ദേവു ഇറങ്ങാനായിട്ട് തുടങ്ങണം. അങ്ങനെ വർഷ ദേവുവിനെയും കൂടെ താഴേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പത്തിനും മഹിമയും മസൂരം കേൾക്കാൻ പാകത്തിനും വർഷ പറഞ്ഞു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെയെന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് മഹിമ ചോദിച്ചു അല്ല ഇവളെന്തിനാ കാണാൻ വന്നേന്ന് ചോദിക്കും. അതെ അമ്മ ഇവളുടെ കല്യാണമാന്ന് പറയാം. കല്യാണോ എന്ന്? 2 ദിവസം കഴിഞ്ഞ് കല്യാണമെന്ന് പറയണം. ആന്റി കല്യാണത്തിന് വരണമെന്ന് പറയണം. എന്താ കല്യാണക്കുറി വല്ലതും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഭാഗ്യത്തിന്റെ കല്യാണക്കുറി കയ്യിലുണ്ടായിരുന്നു, അതങ്ങോട്ട് കൊടുക്കുവാണ്. പേരൊക്കെ നോക്കി വായിച്ചു. ഓ അങ്ങനെയാണല്ലേ, എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ ആന്റിന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നേരെ ചോദിച്ചു അല്ല ചെറുക്കൻ എന്റെ ജോലിന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പതറി. ദേവുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവു പെട്ടെന്ന് പറഞ്ഞു ചെറുക്കൻ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയാ. അത് മനസ്സിലായി. എന്ത് ജോലിയാണെന്ന് ചോദിച്ചെന്ന് പറയാ. ദേവു കിടന്ന് ബബ്ബ അടിക്കുവാണ്. ദേവുവിന് വല്ലാത്തൊരു വിഷമം. ഇനിയിപ്പോ എന്താ പറയണ്ടേ, എന്ത് കള്ളത്തര, പെട്ടെന്ന് വായിലും വരുന്നില്ല. ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. ഇത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വർഷയ്ക്ക് മനസ്സിലായി ദൈവമേ പിടിക്കപ്പെട്ടല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നോർത്ത് രണ്ടുപേരും കൂടെ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.